ദേശവും ഭാഷയും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട്. അത് എഴുത്തുകാരനെ സ്വാധീനിക്കുകയും ചെയ്യും. ഇപ്പോൾ എം ടിയുടെ ഭാഷ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഭാഷ ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്നൊരു എഴുത്തുകാരൻ അങ്ങനെ എഴുതിയതുകൊണ്ട്. സത്യത്തിൽ വേണുഗോപാൽ സാർ ഒരു ലെജൻഡാണ്. അദ്ദേഹത്തെ പോലെ കഥാകൃത്ത് ഇനി മലയാളത്തിലുണ്ടാവില്ല. അത് അപൂർവ ഇനത്തിൽപ്പെട്ട അപൂർവ ജനുസിൽപ്പെട്ട ഒരു കഥാകൃത്താണ് വേണുഗോപാൽ സാർ. വേണുഗോപാൽ സാറിനും കടമ്മനിട്ടയെക്കുറിച്ച് പറയുമ്പോഴത്തെ ഒരു സംഭവമുണ്ട്. കടമ്മനിട്ടയെ പടയണി കവി എന്ന് പറയും. ആകെ 12-14 കവിതയെ പടയണി താളത്തിൽ എഴുതിയിട്ടുള്ളൂ. വേണുഗോപാൽ സാറിന് മലയാളത്തിൻ്റെ വലിയ തറവാട്ടിലൊരു തെക്കേ മുറി കൊടുത്ത് അതിനെ വെളിയിൽ നിന്നിട്ട് പൂട്ടാനാണ് ആളുകൾക്ക് താല്പര്യം. മുറി കൊടുക്കുകയല്ല, ആ മുറി വെളിയിൽ നിന്ന് പൂട്ടി താക്കോൽ കൊണ്ടുപോകാനാണ് ആളുകൾക്ക് താല്പര്യം. പക്ഷേ വേണുഗോപാൽ സാർ ആ എല്ലാ മേൽപ്പുരയും പൊളിച്ച് ആ മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ വേണുഗോപാൽ സാറിൻ്റെ കഥകളിൽ ആകെ ഒരു 12-13 കഥ മാത്രമേ തെക്കൻ ഭാഷയിൽ എഴുതിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സാർ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. 150-150 കഥകളുണ്ട്. ആ കഥകളെല്ലാം മാളുബൻ എന്ന് പറയുന്നൊരു പബ്ലിക്കേഷൻ സമാഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബേബി ജോൺ തന്നെയാണ് സമാഹരിച്ചിട്ടുണ്ട്. ആ കഥ ഒന്നൊന്നായി വായിച്ചു നോക്കുമ്പോൾ ഒരു കഥ പോലെയല്ല വേറൊരു കഥ. ഒന്നുപോലെ ഇരിക്കുന്ന ഒന്നോ ഒന്നുപോലെ തോന്നുന്ന ഒന്നോ നമുക്ക് പറയാൻ ഒക്കില്ല. അത്ര കണ്ട് സൂക്ഷ്മമാണ് അദ്ദേഹത്തിൻ്റെ കഥ. ജീനിയസ് എന്ന് പറയുന്നത് അപാര ജീനിയസാണ്. ഞാൻ വേണുഗോപാൽ സാറിൻ്റെ ശബ്ദം അനുകരിക്കുമായിരുന്നു. പക്ഷേ സാറിനത് നേരിട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാറിൻ്റെ അനിയന്മാരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാറിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ പഠിച്ചതാണിത്, കേട്ട് പഠിച്ചതാണ്. എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല ഗ്രാഹ്യമുള്ളൊരു കഥാകൃത്തായിരുന്നു. പക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ പലതിൻ്റെയും ഭാഗമല്ലാത്തത് കൊണ്ട് പിന്നെ ഇഷ്ടക്കേടുകൾ തുറന്ന് പറയുമെന്നുള്ളതുകൊണ്ട് ഇഷ്ടക്കേടുകൾ തുറന്ന് പറയും. അദ്ദേഹം ആ കാര്യത്തിൽ തനി തെക്കത്തുകാരനാണ്. സ്വദേശാഭിമാനിയുടെ അതേ യെല്ലുറപ്പോടുകൂടി അദ്ദേഹം തിരിച്ചു പറയും. അതുകൊണ്ട് പലർക്കും അദ്ദേഹം അനഭിമതനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ അറിയുന്നവർക്ക് അറിയാമായിരുന്നു. അദ്ദേഹം തന്നെ ഒരിക്കലും അനുഭവം പറഞ്ഞിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ നോവൽ അവാർഡിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയിലുണ്ടായിരുന്ന കാലത്ത് മലയാളത്തിലൊരു മുതിർന്ന എഴുത്തുകാരനോട് ഒരു അവാർഡ് മോഹിയായൊരു എഴുത്തുകാരൻ ചോദിച്ചു, വേണുഗോപനെ മണിയടിച്ചാൽ വല്ലതും നടക്കുമോ എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ആ വലിയ എഴുത്തുകാരൻ പറഞ്ഞു എന്ന്, എന്നോട് ചോദിച്ചിരിക്കട്ടെ, വേണുഗോപനോടത് ചോദിക്കാൻ പോയാൽ വേണുഗോപനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ആ ഒരു ഇടി നിനക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്ര കണ്ട് അയാൾ തിരിച്ച് നിങ്ങളെ ആക്രമിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് പറയും. എന്നോട് ചോദിച്ചിരിക്കട്ടെ, വേറെ ആരോടത് ചോദിക്കരുതെന്ന് പറഞ്ഞു. മഹാനായ എം ടി ആണത് പറഞ്ഞത്. വേണുഗോപാൽ സാർ പറഞ്ഞത്, എങ്ങനെയാണ് എം ടി എന്നെ ഉള്ളിൽ വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അത്ര കണ്ട് വലിയ സ്നേഹവും വാത്സല്യവുമായിരുന്നു. ഈ വേണുഗോപാൽ സാറിൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം എം ടിക്കാണ് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ കുടുംബക്കാരും കവി മധുസൂദനൻ സാറും ഒക്കെ കൂടെ പോകുമ്പോൾ വേണുഗോപൻ്റെ പേരുള്ള പുരസ്കാരം ഞാൻ സന്തോഷത്തോടെ തൊഴുതുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കി ഇങ്ങനെ തൊഴുകയാണ്. എന്നിട്ട് പറഞ്ഞു, പിന്നെ കുറേ കാലം ജീവിക്കേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞ ഒരു അനുഭവം കുടുംബക്കാർ പറഞ്ഞാണ്. അങ്ങനെ ഒരാളാണ് വേണുഗോപാൽ സാർ. നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം ഇവരുടെയൊക്കെ കുറച്ചുകൂടി ചെറുപ്പത്തിൽ ഇവരെയൊക്കെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനൊരു വലിയ കാര്യമുണ്ട്. അതിനും ശേഷമുള്ള ഏറ്റവും പുതിയ വിഷയം, ഇപ്പോൾ പൗരത്വ പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ചാനൽ ചർച്ചയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനോ എഴുത്തുകാരനോ വേണുഗോപാൽ സാറിൻ്റെ രേഖയില്ലാത്ത ഒരാളെന്ന കഥ എടുത്ത് പറയുമെന്ന് വിചാരിച്ചു. ആ രേഖയില്ലാത്ത ഒരാളെന്ന കഥ ഈ പൗരത്വ പ്രശ്നത്തെക്കുറിച്ചുള്ള പ്രശ്നം വരുന്നതിന് ഏതാണ്ട് 37 കൊല്ലം മുമ്പ് എഴുതിയ കഥയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങിയ കാലത്തിനും മുമ്പാണ് ചിക്കൻ വിഹാർ എന്ന കഥ വരുന്നത്. അത്തരത്തിൽ എത്രയോ കഥകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജാതി വിവേചനം, അധ്യാപകർ കുട്ടികളോട് ജാതി വിവേചനം കാണിച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ അറിയുന്നുണ്ട്. 42 കൊല്ലം മുമ്പ് മധുസൂദനൻ സാർ എഴുതി, ജ്ഞാനത്തിനായി കുമ്പിൾ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം, ജീവൻ്റെ നീതിക്കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. നമ്മൾ ഗാസയിൽ കണ്ടു. വിഭാഗം നോക്കി, അല്ലെങ്കിൽ പിന്നെ രൂപം നോക്കി, അല്ലെങ്കിൽ ദേശം നോക്കി കൊല്ലുന്നത് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. കവികൾ കാലത്തിന് മുമ്പേ, എഴുത്തുകാർ സാഹിത്യകാരന്മാർ കാലത്തിന് മുമ്പേ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ
ദേശ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എഴുതിയ കഥകൾ പോലും ഇങ്ങനെ ലോക സംസ്കാരത്തെ തൊട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഒരാളിൻ്റെ കഥയിലൊരു നാട്ടുഭാഷ വരുന്നത്, ഇപ്പോൾ തെക്കോട്ടുള്ള ഭാഷ എഴുതുമ്പോൾ മാത്രമാണ് അത് ഒരു എന്താണ് ചീത്തയായിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അയ്യോ ഇത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. പൊൻകുന്നം വർക്കി ഒന്നാം തരം കോട്ടയം ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. MT കൂടല്ലൂർ ഭാഷ ഉപയോഗിച്ചതുപോലെ, വള്ളവനാടൻ ഭാഷ ഉപയോഗിച്ചതുപോലെ. അതുപോലെ തന്നെ ഇപ്പോൾ സിനിമയിലും പ്രാദേശിക ഭാഷ വളരെ കൂടുതലായി വരുന്നുണ്ട്. മുമ്പ് കാലത്ത് ഏത് നാട്ടിലെയും ഭാഷ വള്ളവനാടൻ ഭാഷയായിരുന്നു സിനിമയിൽ. ഓപ്പോളെ സുഖമാണോ ഇത് ചോദിക്കുന്ന ഭാഷയായിരുന്നു മിക്കവാറും എല്ലായിടത്തും. കുടിക്കാൻ കഞ്ഞിയില്ലാത്ത അത്രയേറെ ഇതിൽ ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും ഭാഷ നമ്പൂതിരി ഭാഷയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ തന്നെ സിനിമയിലും എല്ലാ കലാരൂപത്തിലും സിനിമയിലും ഉണ്ടായി, സാഹിത്യത്തിലും അതുണ്ടായി. വേണുഗോപാൽ സാറിൻ്റെ പല കഥാപാത്രങ്ങൾ, ഇപ്പോൾ ആദിശൻ തമ്പി എന്നൊരു കഥാപാത്രം, അദ്ദേഹം ഒരാളുടെ ചോദിക്കണം, എടേ നിൻ്റെ മോള് പെണ്ണ് തിരണ്ടിട്ടിന്ന് എത്ര എന്നാണ് ചോദിക്കുന്നത്. മോളെന്ന് പറഞ്ഞാൽ മതി, അത് പെണ്ണാണെന്നറിയാം. നിൻ്റെ മോള് പെണ്ണ് എന്ന് പറയും. ഇപ്പോഴും നേരിട്ടില്ല അങ്ങനെ പറയുന്നവരുണ്ട്. അതാര്? അത് നമ്മളെ നമ്മളെ രാജീവിന് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇല്ല, ശശിയുടെ മോൻ ചെറുക്കൻ ആണ്. ശശിയുടെ മോൻ എന്ന് പറഞ്ഞാൽ ചെറുക്കനാണെന്ന് ഉറപ്പിക്കും, അങ്ങനെ ഉറപ്പിക്കും. അതുകൊണ്ടാണ് CV രാമൻപിള്ള കാളിയുടയാൻ ചന്ദ്രകാറൻ എന്ന് പറഞ്ഞത്. തെക്കോട്ടുള്ളൊരു പോലീസുകാരൻ ഇങ്ങനെ രകാരത്തെ റകാരമായി ഉറപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ചന്ദ്രകാറൻ എന്ന് തന്നെ അദ്ദേഹം ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ള CVക്ക് ശേഷം സത്യത്തിൽ SV വേണുഗോപാൽ സാറ് തന്നെയാണ് ആ ഭാഷയുടെ എല്ലാ തരം സംഗീതാത്മകതയും ചടുലതയും താളവും അവതരിപ്പിച്ചത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിയപ്പോഴാണ് അജിത്ത് VS എന്നൊരു കഥാകൃത്ത് വന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു 5-6 വർഷം ആയതേ ഉള്ളൂ ആ കഥയിൽ അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അദ്ദേഹം കഥയിലേക്ക് വന്നിട്ട്. മുമ്പ് അദ്ദേഹം കവിത എഴുത്തായിരുന്നു. ഈ കഥയിൽ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വേണുഗോപാൽ സാറിൻ്റെ ആ ഒരു രീതിയിലല്ല എങ്കിൽ പോലും അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം അത് അറ്റുപോകാതെ സംരക്ഷിക്കുന്നുണ്ട് ആ കണ്ണി. ഞാൻ കവിതയിലത് ഉപയോഗിക്കാറുണ്ട്. ഈ തെക്കിൻ്റെ ഭാഷ, തെക്കിൻ്റെ സ്ഥലങ്ങൾ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. കോതമംഗലത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് മോഹക്കുറിഞ്ഞി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി കൂട്ടുകാരോട് പറയാതെ മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂത്ത് ഇങ്ങനെ കാണാൻ പോയി. അപ്പോൾ കവിതയിലൊരു വരിയുണ്ട്, അക്ഷര മൂന്നാറ്റു നീലക്കുറിഞ്ഞികൾ ഒത്തുനിന്നാടുന്ന കാഴ്ച കണ്ടിടുവാൻ ഒറ്റയ്ക്കു ഞങ്ങളെ കൂട്ടാതെ പോയെന്ന് മുറ്റും പരിഭവം പെയ്യുന്നിതശ്വിനി. വെണ്ണക്കുടുക്ക പോലുള്ളൊര പെണ്ണിൻ്റെ കണ്ണിൽ കൊതി കൊണ്ടു നിൽപ്പൂ കുറിഞ്ഞികൾ എഴുതിയിട്ടുണ്ട്. ഈ കോതമംഗലം ആരാണ് കൊണ്ടുവന്ന് ഇത്ര താഴേക്ക് കുടഞ്ഞിട്ടത് എന്നിങ്ങനെ കുട്ടികൾ ചോദിക്കുന്നത്. അല്ല, മലമുകളിൽ നിന്ന് ഒരു സാധനത്തിനെ കുടഞ്ഞ് തറയിലിട്ട പോലത്തെ അവസ്ഥയാണ്. കാരണം അത് ഇടുക്കിയും അല്ല എറണാകുളവും അല്ലാത്തൊരു പ്രദേശമായതിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ്. ഇപ്പോൾ പരുമല ജോലി ചെയ്യുന്നതിനെക്കുറിച്ച്, പരുമലയിലും അനുഭവത്തെക്കുറിച്ച് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. ചായനശാല എന്നൊരു കവിതയിൽ പരുമലയെക്കുറിച്ചും കവിത എഴുതിയിട്ടുണ്ട്. തിക്കപ്പുഴ മുക്കിൽ ഒരു ചായക്കട നടത്തുന്ന പച്ചിരുമ്പിൻ നിറമുള്ള സുമതിയക്കൻ പറഞ്ഞത്, പുത്തരിയങ്കത്തിന് ഉണ്ണിയാർച്ചയെന്ന പോലെ അവൾ ഒറ്റമുറി കടയ്ക്കുള്ളിൽ നിവർന്നു നിൽക്കും. വൃശ്ചിക ചന്ദ്രനെപ്പോലും പപ്പട ബോളികൾക്കൊപ്പം കൊച്ചുവട്ടിക്കുള്ളിലിട്ട് വിസ്മയിപ്പിക്കും. ചുണ്ടിലൂടെ ഒലിക്കുന്ന ഒരു അന്തിവെട്ടത്തിന് തൻ്റെ 2 വിരൽ തുമ്പുകൊണ്ട് തുടച്ചെടുക്കും. എന്നിട്ട് അറ്റകൈക്കൊരു ഉപ്പുതേക്കാ കിഴവി എന്ന് ആരെങ്കിലും പറ്റുകാശ് ചോദിക്കുമ്പോൾ പഴി പറഞ്ഞാൽ നിന്റെ കഴുത്തറുത്ത് ഞാൻ ഉപ്പ് തേച്ച് തരാമിടാ എന്ന് ഉറുമിയെടുത്തവൾ തിരിച്ചു വീശും. ആ സ്ഥലത്തിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ ഏതൊരു ദേശവും, നമ്മൾ താമസിക്കുന്ന ദേശവും ജീവിക്കുന്ന ദേശവും ജനിച്ച ദേശവും ഒക്കെ കവിതയ്ക്ക് വിഷയമാകാം. അവിടുത്തെ ഭാഷയും വിഷയമാകാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.